കേസ് ഇന്ന് വരും, നാളെ വരും, ഉടനെ വരും എന്നൊക്കെ കുറെ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ രണ്ടാമത്തെ കേസ് വന്നിരിക്കുകയാണ്. കേരളത്തിന്റെ IAS എക്സാം ആയിട്ടുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. IASന് തൊട്ട് താഴെ സെക്കൻഡ് ഗസറ്റഡ് റാങ്ക് കേഡറിലായിരിക്കും KSലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ ആദ്യമായി നിയമിക്കപ്പെടുന്നത്. ഇതുവരെ വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പ്രൊമോഷൻ വഴി എത്തിയിരുന്ന ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് KS വഴി നേരിട്ട് എത്തിച്ചേരാനുള്ള ഒരു സുവർണ അവസരമാണ് ലഭിക്കുന്നത്. 8 വർഷം സേവനം പൂർത്തിയായി കഴിഞ്ഞാൽ സംസ്ഥാന കോട്ടയിൽ IAS ലഭിക്കാനുള്ള യോഗ്യതയും നിങ്ങൾക്ക് ലഭിക്കും. ഒഴിവുകളുടെ എണ്ണവും സീനിയോറിറ്റിയും മറ്റ് മാനദണ്ഡങ്ങളും അനുസരിച്ച് IAS നേടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരള കേഡറിൽ തന്നെ IAS ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മാർഗമായിട്ട് കൂടി KS നമുക്ക് കാണാവുന്നതാണ്. അത്ര ചില്ലറ പോസ്റ്റല്ല KS എന്ന് ഇതുകൊണ്ട് തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. കഴിഞ്ഞ KS നേടിയവർ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് നിൽക്കുന്നത് എന്നുകൂടി നമ്മളൊന്ന് അറിയണം. ഒട്ടുമിക്ക ആൾക്കാരും ഡയറക്ടർ, സീനിയർ ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറയുന്ന ഉയർന്ന പൊസിഷനിലാണ് ജോലി ചെയ്യുന്നത്. എന്താണ് KS, എങ്ങനെയാണ് KS ആകേണ്ടത്, എന്തൊക്കെ തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് ആ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ 100 കണക്കിന് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അതിനെല്ലാം ഒരു ഉത്തരമായിട്ട് KSനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. KS നേരത്തെ പറഞ്ഞ പോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് PSC നടത്തുന്ന ഏറ്റവും വലിയൊരു എക്സാമാണ്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് ഈ പരീക്ഷ എഴുതാനുള്ള നിങ്ങളുടെ യോഗ്യത. മറ്റ് ഡിഗ്രി തല പരീക്ഷകളിൽ നിന്നും KSന് കുറച്ച് മാറ്റങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം KS നടത്തുന്നത് 3 കാറ്റഗറികളിലായിട്ടാണ്. സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3 ഇങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ടാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് സ്ട്രീം 1-ലെങ്കിൽ സ്ട്രീം 2-ൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്കാണ് എക്സാം എഴുതാൻ സാധിക്കുക. അതേസമയം സ്ട്രീം 3 നോക്കുകയാണെങ്കിൽ ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കായിരിക്കും എക്സാം എഴുതാൻ സാധിക്കുക. സ്ട്രീം 1-ൽ പ്രായപരിധി 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയാണ്. സ്ട്രീം 2 കാറ്റഗറിയിലുള്ളവർക്കാണെങ്കിൽ പ്രായപരിധി 40 വയസ്സ് വരെയാണ്. മൂന്നാമത്തെ സ്ട്രീമിലെ പ്രായപരിധി എന്ന് പറയുന്നത് 50 വയസ്സാണ്. സംവരണ വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവുകളുണ്ട്. ശമ്പളം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വിജയിച്ച് ജൂനിയർ ടൈം സ്കെയിൽ തസ്തികകളിലേക്കാണ് ആദ്യം എത്തുന്നത്. ഈ തസ്തികയുടെ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് 81,800 രൂപയായിരിക്കും. അനുവദനീയമായ DA, HRA എന്നിവയും 10% ഗ്രേഡ് പേയും അനുവദിക്കും. ട്രെയിനിങ് കാലയളവിൽ അടിസ്ഥാന ശമ്പളമായി നിശ്ചയിച്ച 81,800 രൂപ കൺസോളിഡേറ്റഡ് തുകയായിട്ട് അനുവദിക്കുന്നതാണ്. KS എക്സാം 3 ഘട്ടങ്ങളിലായിട്ടായിരിക്കും നടക്കുന്നത്. പ്രിലിംസ് എക്സാം, മെയിൻസ് എക്സാം, അതുപോലെ തന്നെ ഇന്റർവ്യൂ. പ്രിലിംസ് എക്സാം ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആയിരിക്കും. ഇതിൽ യോഗ്യത നേടുന്നവർക്ക് മാത്രമേ മെയിൻസ് എക്സാം എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. മെയിൻസിൽ മുന്നിലെത്തുന്നവരെ ഇന്റർവ്യൂയിലേക്ക് ക്ഷണിക്കുന്നതായിരിക്കും. മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെയും മൊത്തം മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തെരഞ്ഞെടുപ്പ്. ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ അർഹരായ എല്ലാ വിഭാഗങ്ങൾക്കും നിയമനത്തിൽ സംവരണം ഉണ്ടായിരിക്കും. പ്രിലിംസ് എക്സാം OMR മാതൃകയിലായിരിക്കും നടക്കുക. 100 മാർക്ക് വീതമുള്ള 2 പേപ്പറുകളിലായിട്ടായിരിക്കും എക്സാം നടക്കുക. പ്രിലിമിനറിയുടെ സെക്കൻഡ് പേപ്പറിൽ 50 മാർക്കിന് ഭാഷാ വിഭാഗം ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. മലയാളത്തിന് 30 മാർക്കും ഇംഗ്ലീഷിന് 20 മാർക്കുമായിരിക്കും ചോദ്യങ്ങൾ. പ്രിലിംസ് പരീക്ഷയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കാണ് മെയിൻസ് എക്സാമിന് യോഗ്യത ലഭിക്കുക. മെയിൻസ് എക്സാം ഒരു എഴുത്ത് പരീക്ഷ ആയിരിക്കും. ഒപ്പം 100 മാർക്ക് വീതമുള്ള 3 പേപ്പറുകൾ ഉണ്ടാകും. മെയിൻസ് എക്സാമിന് ശേഷം 50 മാർക്കിന്റെ ഒരു ഇന്റർവ്യൂ സ്റ്റേജും ഉണ്ടായിരിക്കുന്നതാണ്. ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമായിരിക്കും മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുക. കൃത്യവും വിപുലവുമായ സിലബസിന്റെ അടിസ്ഥാനത്തിലാണ് KS പരീക്ഷ നടത്തുന്നത്. സാധാരണ ഡിഗ്രി തല പരീക്ഷകളുടെ തയ്യാറെടുപ്പിനേക്കാൾ ഒരല്പം കൂടി കടന്നു വേണം KSന്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാൻ. സിലബസ് വിശദമായി വായിച്ച് മനസ്സിലാക്കുകയും പരീക്ഷാ ഘടന അറിഞ്ഞുകൊണ്ടും വേണം പഠിച്ചു തുടങ്ങാൻ. റവന്യൂ, സിവിൽ സപ്ലൈസ്, സാംസ്കാരികം, തൊഴിൽ, വിദ്യാഭ്യാസം, ഫിനാൻസ്, സെക്രട്ടേറിയറ്റ്, ട്രഷറി തുടങ്ങിയ 29 വകുപ്പുകളിലേക്കാണ് KS വഴി നിയമനം നടത്തുന്നത്. 18 മാസം മുതൽ 2 വർഷം വരെ നീണ്ടു നിൽക്കുന്ന പരിശീലന സെഷനിലേക്കാവും KS എക്സാം പാസ്സായാൽ നിങ്ങൾ ആദ്യം എത്തുക. ഇതിൽ 15 ദിവസം നിർബന്ധമായും ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഒരു പ്രീമിയം നാഷണൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും 15 ദിവസം നാഷണൽ പ്ലാനിംഗ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ആയിരിക്കും നിങ്ങളുടെ ട്രെയിനിങ് നടക്കുക. തിരുവനന്തപുരത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് അഥവാ IMG-യിലായിരിക്കും ഓരോ ഓഫീസിന്റെയും ട്രെയിനിങ് പ്രോഗ്രാമുകൾ നിശ്ചയിക്കുന്നത്. ജോലിയിൽ പ്രവേശിച്ച് സ്ഥിരപ്പെടുന്നതിന് മുമ്പ് 2 വർഷത്തെ പ്രൊബേഷൻ പീരീഡ് പൂർത്തിയാക്കിയിരിക്കണം ഓരോ KS ഉദ്യോഗസ്ഥരും. പ്രൊബേഷൻ പീരീഡ് പൂർത്തിയാക്കുന്ന ഓരോരുത്തർക്കും കേരള ഗവൺമെന്റ് നടത്തുന്ന
ദ റവന്യൂ ടെസ്റ്റ്, ദ ക്രിമിനൽ ജുഡീഷ്യൽ ടെസ്റ്റ്, മാനുവൽ ഓഫ് ഓഫീസർ പ്രൊസീജിയർ, കേരള സെക്രട്ടേറിയറ്റ് ഓഫ് മാനുവൽ എന്നീ 4 പരീക്ഷകൾ എഴുതി വിജയിച്ചിരിക്കണം. മലയാളത്തിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഇതിനൊപ്പം മലയാളത്തിലെ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന എക്സാം കൂടി നിങ്ങൾ പാസ്സായിരിക്കണം. സർക്കാർ സർവീസിലെ സുപ്രധാന സ്ഥാനങ്ങളിൽ ഊർജ്ജസ്വലതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേരള ഗവൺമെന്റ് KS രൂപം നൽകിയിട്ടുള്ളത്. ഉയർന്ന തസ്തികയിൽ മികച്ച ശമ്പളത്തോടെ സർവീസ് തുടങ്ങാനുള്ള സുവർണ അവസരമാണ് യുവാക്കൾക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത്. നിങ്ങളെ കാത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഗ്ലാമർ പോസ്റ്റാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ലക്ഷ്യം നിങ്ങൾക്ക് അനായാസം വീണ്ടെടുക്കാൻ സാധിക്കും. ഇത് നിങ്ങളെ കൊണ്ട് കഴിയും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങുക. ഓൾ ദ ബെസ്റ്റ്.